വറുത്തരച്ച കടലക്കറി കുക്കറിൽ എങ്ങനെയാണ് എളുപ്പം തയ്യാറാക്കുന്നതെന്നാണ് ഇന്ന് കാണിക്കുന്നത്. 2 കടല വെച്ചും ചെയ്ത് കാണിക്കുന്നുണ്ട്. കറുത്ത കടല വെച്ചും ചെയ്യുന്നുണ്ട്, വെള്ളക്കടല വെച്ചും ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് പുട്ട്, ഇടിയപ്പം, ചപ്പാത്തി, പൂരി എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് വിളമ്പാവുന്നതാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഒരു 1/4 കപ്പ് തേങ്ങ ഇതുപോലെ ചുമക്ക ആദ്യം വറുത്ത് മാറ്റി വയ്ക്കുക. അതേ പാനിൽ ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് മസാലയും ഇഞ്ചി തക്കാളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിനായി ഏലക്ക, ഗ്രാമ്പു, പട്ട ഇത് മൂന്നും ഒന്ന് മൂപ്പിച്ചതിന് ശേഷം 1 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടെ ഇട്ട് പൊട്ടിച്ചെടുക്കുക. പെരിഞ്ജീരകം നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് വഴറ്റേണ്ട സവാള, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി ഇത് 4ഉം ഒന്ന് വഴറ്റിയെടുക്കുക. ആദ്യം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് 3ഉം ചേർത്ത് ഒന്ന് വാടിയതിന് ശേഷം സവാള ചേർത്താൽ മതി. വെളുത്തുള്ളിയുടെ ആ പച്ചമണം ഒന്നും കൂടെ നന്നായിട്ട് മാറിക്കിട്ടാൻ ഇങ്ങനെ വഴറ്റുന്നത് നല്ലതാണ്. അത് കഴിഞ്ഞ് സവാള ഒരുപാട് ചെറുതായിട്ടൊന്നും അരിയണ്ട, വതങ്ങി കിട്ടാനായിട്ട് ചെറിയ കഷ്ണങ്ങളായി ഒന്ന് മുറിച്ചാൽ മതി. ഏതായാലും ഇത് നമ്മൾ അരച്ചെടുക്കേണ്ടതാണ്. സവാളയൊന്ന് വാടിക്കഴിയുമ്പം തക്കാളിയും കൂടെ ചേർത്ത് തക്കാളി ഒന്ന് ചെറുതായിട്ട് വെന്ത് വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് എല്ലാം കൂടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് അരച്ചാൽ മതി. ഈ കൂട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് അരച്ചാൽ മതി. ഇവിടെ ഇപ്പം 1/2 കപ്പ് വറുത്ത തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. വെള്ളം കൂടെ ഒഴിച്ച് നല്ല മഷി പോലെ അരച്ചെടുക്കുക. ഇനി കുക്കറിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് കടുകും ചുമന്ന മുളകും താളിക്കുക. അതിലേക്ക് കരിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. തേങ്ങാക്കൊത്ത് ഇടുന്ന രീതി രണ്ടാമത്തെ രീതിയിൽ കാണിക്കാം. തേങ്ങാക്കൊത്ത് ഇല്ലാത്തവർക്ക് ഇതുപോലെ തന്നെ നമുക്ക് തയ്യാറാക്കാവുന്നതുമാണ്. എന്നിട്ട് തീ നന്നായിട്ട് കുറച്ചിട്ട് പൊടികൾ ചേർക്കുക. പൊടികൾ ചേർക്കുമ്പോൾ കരിഞ്ഞു പോകരുത്. മല്ലിപ്പൊടി, മുളക് പൊടി, കായപ്പൊടി, മഞ്ഞൾപ്പൊടി ഈ 4 പൊടികളാണ് ചേർത്തിരിക്കുന്നത്. ഒന്നുകിൽ തീ ഓഫ് ചെയ്തിട്ട് ചേർക്കുക, ഇല്ലെങ്കിൽ ചെറിയ തീയിൽ വേണം ചേർക്കാൻ. അതൊന്ന് മൂപ്പിക്കുന്ന സമയത്ത് ശകലം വെള്ളം കൂടെ ഒഴിച്ചുകൊള്ളുക. അപ്പം മസാല ഒരിക്കലും അടിയിൽ പിടിക്കാതെ നന്നായിട്ട് എളുപ്പം മൂത്ത് കിട്ടുകയും ചെയ്യും. ശകലം വെള്ളം ഒഴിച്ച് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. എണ്ണയൊന്ന് തെളിഞ്ഞ് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് നമുക്കിതിലേക്ക് ചേർക്കാം. നമുക്ക് കാണാം എണ്ണയൊന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. മസാല അപ്പം മൂത്തു എന്നാണ് എണ്ണ തെളിഞ്ഞ് വന്നാലുള്ള അർത്ഥം. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കുതിർത്ത് വെച്ചിരിക്കുന്ന കടലയും കൂടെ ചേർക്കാം. 8 മണിക്കൂർ കുതിർത്ത കടലയാണ്. നന്നായിട്ട് കഴുകി കുക്കറിലേക്ക് നമ്മൾ അരപ്പിൻ്റെ കൂടെ തന്നെ ചേർത്താൽ മതി. നമ്മൾ കുക്കറിൽ തയ്യാറാക്കുന്നതുകൊണ്ട് എല്ലാം കൂടെ ഒരുമിച്ച് വെന്ത് കിട്ടിക്കോളും, എളുപ്പവുമാണ്. നമ്മൾ ആ അരച്ച പേസ്റ്റ് മൂപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല ഈ രീതിയിൽ തയ്യാറാക്കുകയാണെങ്കിൽ. അതിലേക്ക് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിക്കുമ്പം കടലയുടെ 2 മുതൽ 3 ഇഞ്ച് വരെ അവരവർക്ക് എത്രയാണോ ചാറ് വേണ്ടത് അതനുസരിച്ച് വെള്ളം ഒഴിക്കുക. കുറച്ചും കൂടെ വെള്ളമായിട്ട് വേണം എന്നുണ്ടെങ്കിൽ ശകലം കൂടെ ഒഴിക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കുക്കർ അടച്ച് ഒരു 6 വിസിലോളം വേവിക്കുക. സാധാരണ നമ്മൾ വേവിക്കുന്ന വിസിലിനേക്കാളും 2 വിസിൽ കൂടുതൽ വെക്കണം. കാരണം ഇതിൽ ആ തക്കാളിയുടെ പുളിപ്പൊക്കെ ഉള്ളത് കൊണ്ട് വെന്ത് കിട്ടാനാണ്. പ്രഷർ നന്നായിട്ട് താന്നതിന് ശേഷം നമുക്ക് കാണാം മുകളിൽ ശകലം എണ്ണ മുതക്ക വന്നിട്ടുണ്ട്. മസാല നന്നായിട്ട് വെന്തിട്ടുണ്ട്.
വെള്ളക്കടല ആയതുകൊണ്ട് നമുക്ക് ആ വെള്ളക്കടല ഇതുപോലെ ഒന്ന് ഉടച്ച് ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കൊഴുപ്പ് കിട്ടും ഗ്രേവിക്ക്. അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ഇതുപോലെ ഉടച്ച് ഒരു 2-3 മിനിറ്റും കൂടെ തിളപ്പിച്ചെടുത്താൽ മതി. നല്ല കുറുകിയ ഇതുപോലെ ചാറോട് കൂടിയുള്ള കടലക്കറി നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇത് വെള്ളക്കടല വെച്ചാണ് കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കറുത്ത കടല വെച്ച് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. കറുത്ത കടല വെച്ചിട്ടുള്ള കറിക്കും നമ്മൾ ആദ്യം താളിപ്പ് ചേർത്തതുപോലെ തന്നെ കടുകും ചുമന്ന മുളകും വെച്ച് താളിക്കുക. എന്നിട്ട് തേങ്ങാക്കൊത്ത് ഈ സമയത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. എണ്ണയിലിട്ടൊന്ന് മൂപ്പിക്കുമ്പോൾ അതിന് നല്ലൊരു മണവും കാണും, കറിക്ക് നല്ല സ്വാദും കിട്ടും. നമ്മൾ അരപ്പിലുള്ള എരിവ് പോരാന്നുണ്ടെങ്കിൽ 2-3 പച്ചമുളകും കരിവേപ്പിലയും കൂടെ ചേർത്ത് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കും. അതിലേക്ക് നമ്മൾ ചേർത്തതുപോലെ പൊടികൾ ചേർക്കുക. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടി, കായപ്പൊടി ചേർക്കുകയാണെങ്കിൽ കായപ്പൊടിയും കൂടെ ചേർക്കാം. ഇതിൽ കായപ്പൊടി ചേർത്തിട്ടില്ല. ശകലം വെള്ളം കൂടെ ഒഴിച്ച് മസാല നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അടിയിൽ പിടിക്കാതെ നോക്കണം. മസാലയിൽ എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമ്മൾ ആദ്യത്തെ രീതിയിൽ ചെയ്തതുപോലെ തന്നെ അരപ്പ് ചേർക്കുക. അരപ്പ് ചേർത്തതിന് ശേഷം കുതിർത്ത് വച്ചിരിക്കുന്ന കറുത്ത കടല നന്നായിട്ട് കഴുകി അതും കൂടെ ചേർക്കുക. കുക്കറിൽ തയ്യാറാക്കുന്നത് കൊണ്ട് മസാല നന്നായിട്ട് മൂപ്പിക്കാനായിട്ട് നിൽക്കണ്ട. ഒരുമിച്ച് മസാലയും കൂടെ കടലയുടെ കൂടെ നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. കുതിർത്ത കടലയും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുക. വെള്ളം എപ്പോഴും കടലയുടെ ഒരു 2 മുതൽ 3 ഇഞ്ച് വരെ മുകളിൽ ഒഴിക്കണം. എങ്കിൽ ഇപ്പം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ ശകലം കൂടെ വെള്ളം ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. സമയം കഴിയും തോറും ചാറ് നന്നായിട്ട് കുറുകി കിട്ടും. അപ്പോൾ അതനുസരിച്ചുള്ള വെള്ളം ചേർത്തോളുക. ഇപ്പോൾ ഉച്ചയ്ക്ക് തയ്യാറാക്കി വെച്ച് രാത്രി ചൂടാക്കുകയാണെങ്കിൽ ചാറ് കുറച്ചും കൂടെ കൂടുതൽ വയ്ക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന നേരത്ത് ചാറൊട്ടും കാണത്തില്ല. അപ്പം നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കടലയും നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല കുറുകിയ പരുവത്തിൽ. ഇതിപ്പം ചൂടോടെ ഇരിക്കുന്നത് കൊണ്ട് ചാറ് കുറച്ചും കൂടെ കൂടുതലായിട്ട് കാണും. ഒരു 10-15 മിനിറ്റ് അടച്ചു വയ്ക്കുമ്പം നല്ല കട്ടിക്ക് തന്നെ കടലക്കറി നമുക്ക് തയ്യാറായി കിട്ടും. ഇതുപോലെ കുക്കറിൽ വളരെ എളുപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാം. വെള്ളക്കടല വെച്ചും കറുത്ത കടല വെച്ചും എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഈ കറി നമുക്ക് പുട്ട്, ഇടിയപ്പം, പൂരി, ചപ്പാത്തി, ദോശയുടെ കൂടെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അതിൻ്റെ കൂടെ വിളമ്പാവുന്നതാണ്.